ഉത്തർപ്രദേശിലെ ഝാൻസിയിൽ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ ഒരു നവജാത ശിശു കൂടി മരിച്ചു. ഇതോടെ മരണസംഖ്യ 11ആയി. 15 കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ചേരുന്നത്. ബൽറാം, ദുഃഖകരമായ വാർത്തയാണ്. നമ്മൾ ആ വാർത്ത ഞെട്ടലോടെ കഴിഞ്ഞ 2 ദിവസം മുമ്പ് അറിഞ്ഞതാണ്. ഇപ്പോൾ ഒരു കുഞ്ഞുകൂടി മരിച്ചു. ചികിത്സയിൽ തുടരുകയായിരുന്ന കുഞ്ഞാണ് മരിച്ചതെന്ന് മനസ്സിലാക്കുന്നു. ഈ 38 കുട്ടികളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്താണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ നൽകുന്ന വിവരങ്ങൾ? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? പ്രവിത, ഏറെ ദുഃഖകരമായ ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലെ ഝാൻസിയിൽ നിന്നും പുറത്തു വന്നത്. 10 കുട്ടികൾ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ ഒറ്റയടിക്ക് മരിക്കുകയായിരുന്നു. തുടർന്ന് അതിൽ നിന്നും 37 കുട്ടികളെ രക്ഷിച്ചു. അതിൽ 16 പേർക്ക് പരിക്കേറ്റ ചികിത്സയിലായിരുന്നു. അതിൽ ഒരു കുഞ്ഞുകൂടി മരിച്ചിരിക്കുകയാണ്. ഇതോടെ ആകെ മരണസംഖ്യ 11ആയി മാറിയിരിക്കുന്നു. മറ്റ് 15 പേരുടെയും ചികിത്സ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുമാണ് അധികൃതർ അറിയിക്കുന്നത്. ഈ അപകടം നടന്ന ഉടൻ തന്നെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഒരു ഉന്നതതല അതിവേഗ അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. 12 മണിക്കൂറിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ട ആ അന്വേഷണത്തിൽ ഈ അപകടത്തിന് പിന്നിൽ അട്ടിമറിയോ അനാസ്ഥയോ സംഭവിച്ചിട്ടില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. മറിച്ച് ആശുപത്രിയിലെ ഈ ICUവിലെ സ്വിച്ച് ബോർഡിലുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണം എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഒപ്പം തന്നെ അപകടം നടക്കുന്ന സമയത്ത് 6 നഴ്സുമാർ ഈ സ്ഥലത്തുണ്ടായിരുന്നു എന്നും അഗ്നിശമന ഉപകരണങ്ങൾ കാലഹരണപ്പെട്ടതാണ് എന്ന ആരോപണങ്ങൾ തള്ളിക്കൊണ്ടുള്ളതാണ് ഈ റിപ്പോർട്ട്. അതായത് ആശുപത്രി അധികൃതർക്കും ഒപ്പം തന്നെ മറ്റ് ആളുകൾക്കും അധികൃതർക്കുമെല്ലാം ക്ലീൻ ചീറ്റ് നൽകിക്കൊണ്ട് ഒരു ഷോർട്ട് സർക്യൂട്ടാണ് ഈ അപകടത്തിന്റെ കാരണമെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഒപ്പം മറ്റ് 2 അന്വേഷണങ്ങളും ഈ വിഷയത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വിഷയത്തിൽ ഇടപെടുകയും സംസ്ഥാന സർക്കാരിന് നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. അപകടവുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും ഒരാഴ്ചയ്ക്കകം സമർപ്പിക്കാനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്.